ആദിവാസി വിഭാഗം നിർണായക ശക്തിയായി നിൽക്കുന്ന സംസ്ഥാനമാണ് ഝാർഖണ്ഡ്. ഝാർഖണ്ഡിൻ്റെ രാഷ്ട്രീയ സാഹചര്യവും രാഷ്ട്രീയ തീരുമാനങ്ങളും NDAയ്ക്കാണോ ഇന്ത്യ സഖ്യത്തിനാണോ അനുകൂലമായി ഭവിക്കുക എന്നതറിയുവാൻ ലോക്പോൾ സർവേ എന്ന ഏജൻസി ഒരു സർവേ നടത്തിയിരിക്കുകയാണ്. 81 മണ്ഡലങ്ങളിൽ നിന്ന് 500 സാമ്പിളുകൾ ശേഖരിച്ചുകൊണ്ട് 40,500 പേരുടെ അഭിപ്രായത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ലോക്പോൾ സർവേ പറയുന്നത് ആർക്കനുകൂലമായ വിധിയാണ് എന്ന് പരിശോധിക്കാം. പ്രധാന ശക്തികളായി നിൽക്കുന്ന NDA ഇന്ത്യ സഖ്യം, 2 സഖ്യം. അതിൽ NDAയ്ക്ക് 36 മുതൽ 39 വരെ സീറ്റുകൾ നേടുവാൻ സാധിക്കുമെന്നാണ് സർവേ ഫലം വ്യക്തമാക്കുന്നത്. അതായത് 38% മുതൽ 40% വരെ എന്ന് ശതമാനക്കണക്ക് വ്യക്തമാകുന്നു. ഇനി ഇന്ത്യ സഖ്യത്തിലേക്ക് വരുമ്പോൾ അവിടെ 41 മുതൽ 44 മണ്ഡലങ്ങൾ വരെ നേടുവാൻ സാധിക്കുമെന്ന് സർവേ ഫലം പറയുന്നു. അതായത് 39% മുതൽ 41% വരെ. മറ്റുള്ളവർ 3 മുതൽ 4 വരെ മണ്ഡലങ്ങൾ നേടും. അതിൽ 18% മുതൽ 20% വരെ വോട്ടുകൾ മറ്റുള്ളവർ നേടുമെന്ന് ലോക്പോൾ സർവേ ഫലം വ്യക്തമാക്കുന്നു. നിലവിലത്തെ രാഷ്ട്രീയ സാഹചര്യം പരിശോധിക്കുമ്പോൾ ഭരണത്തിലുള്ള JMM കോൺഗ്രസ്, രാഷ്ട്രീയ ജനതാദൾ എന്നീ കക്ഷികളുടെ ഇന്ത്യ സഖ്യവും പ്രതിപക്ഷമായ BJPയും തമ്മിലാണ് നേർക്കുനേർ പോരാട്ടം. മുഖ്യമന്ത്രി ഹേമന്ത് സോറനും JMMനും നിർണായകമാണ് ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ്. കള്ളപ്പണക്കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അറസ്റ്റ് നേരിട്ട ഹേമന്ത് സോറൻ 5 മാസങ്ങൾക്കപ്പുറമാണ് ജയിൽ മോചിതനായത്. 2019 BJPയിൽ നിന്ന് പിടിച്ചെടുത്ത ഭരണം നിലനിർത്താനായാൽ സോറന് തന്റെ സ്വാധീനം ശക്തമാക്കാനാകും. മുതിർന്ന നേതാക്കൾ ആരോപണ വിധേയരായ അഴിമതി കേസുകൾ JMMന് തലവേദനയാണ്. അതേസമയം രാജ്യത്ത് പ്രതിപക്ഷം ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഒന്നായ ഝാർഖണ്ഡ് നിലനിർത്തുക ഇന്ത്യ സഖ്യത്തിനും അനിവാര്യമാണ്. മൊത്തം 41 സീറ്റുകളാണ് JMM മത്സരിക്കുന്നത്. ബെർഹൻ സീറ്റിൽ നിന്നാണ് ഇക്കുറിയും ഹേമന്ത് സോറൻ ജനവിധി തേടുന്നത്. ഭാര്യ കൽപ്പന സോറൻ ഗാണ്ടയിൽ നിന്നും സഹോദരൻ ബസന്ത് സോറൻ ധൂങ്കയിൽ നിന്നുമാണ് മത്സരിക്കുന്നത്. കോൺഗ്രസ് 30 സീറ്റുകളിലും RJD 6 സീറ്റുകളിലുമാണ് മത്സര രംഗത്തുള്ളത്. 5 വർഷം ഭരണം നഷ്ടമായതോടെ ഗോത്രവിഭാഗങ്ങളടക്കം പാർട്ടിയോട് അകന്നത് BJPക്ക് വെല്ലുവിളിയാണ്. ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് BJP സഖ്യത്തിൻ്റെ സീറ്റ് നില 12-ൽ നിന്ന് 9-ആയി കുറഞ്ഞിരുന്നു. ആകെയുള്ള 14 ലോക്സഭാ സീറ്റുകളിൽ 2 JMMനും 1 കോൺഗ്രസിനും വിജയിക്കാനായി. ഇക്കുറി 68 നിയമസഭാ സീറ്റുകളിലാണ് BJP സ്ഥാനാർത്ഥികൾ മത്സര രംഗത്തുള്ളത്. മുൻ മുഖ്യമന്ത്രി ബാബുലാൽ മറാണ്ടി ധൻവാർ സീറ്റിൽ നിന്നാണ് മത്സരിക്കുന്നത്. ചെമ്പൈ സോറൻ സെറായ്ക്കലയിൽ നിന്നാണ് ജനവിധി തേടുന്നത്. ഝാർഖണ്ഡിന്റെ ചരിത്രത്തിൽ ഒരു പാർട്ടിക്കും ഒറ്റയ്ക്ക് കേവല ഭൂരിപക്ഷം കടക്കാനായിട്ടില്ല എന്നത് ശ്രദ്ധേയമാണ്. സംസ്ഥാന ജനസംഖ്യയുടെ 27% വരുന്ന ഗോത്രവിഭാഗത്തിന്റെ വോട്ടുകളാണ് എല്ലാ പാർട്ടികളുടെയും ലക്ഷ്യം. 2019 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 81-ൽ 30 സീറ്റുകളാണ് JMMന് വിജയിക്കാനായത്. BJPക്ക് 25, കോൺഗ്രസിന് 16. തുടർന്ന് JMM കോൺഗ്രസ് RJD കക്ഷികൾ ചേർന്നുകൊണ്ട് സർക്കാർ രൂപീകരിക്കുകയായിരുന്നു. അതേസമയം നവംബർ 20-ന് നടക്കുന്ന 2ാം ഘട്ട വോട്ടെടുപ്പിൽ 38 മണ്ഡലങ്ങൾ പോളിംഗ് ബൂത്തിലെത്തും. 23-നാണ് വോട്ടെണ്ണൽ. ആദ്യഘട്ടം നവംബർ 13-ാം തീയതി കഴിയുകയും ചെയ്തു. എന്തായാലും ആദ്യഘട്ടം അവസാനിച്ച് 2ാം ഘട്ടം 20-ാം തീയതി നടക്കുവാൻ പോകുന്ന സാഹചര്യത്തിൽ ഝാർഖണ്ഡിലെ ഗോത്രവിഭാഗമടക്കമുള്ള ജനസംഖ്യയിൽ കൂടുതൽ പേർ ആർക്കനുകൂലമായിരിക്കും ജനവിധി എഴുതുക എന്ന് കണ്ടറിയാം.